ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാസ്ത കൊണ്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിനായി ആദ്യമേ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും സൺഫ്ലവർ ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പാസ്ത ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയപ്പോഴേക്കും നമ്മളതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തു. പാസ്ത ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. കോരി മാറ്റിയ പാസ്തയുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ തീയിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് മുറിച്ച് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കൊടുക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അടുത്തതായിട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആയിരുന്നു, അതുകൊണ്ട് അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസ് വേകുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. വെജിറ്റബിൾസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തണുക്കുന്നതിനായിട്ട് മാറ്റി വെച്ചിരുന്ന പാസ്തയില്ലേ, അതിനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടി പാസ്തയിലൊന്ന് പിടിക്കുന്നത് വരെ കുറച്ചധികം നേരം നമുക്കതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പിൻ്റെ പോരായ്കയുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ പാസ്ത മസാലയുടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തുണ്ടാക്കി കൊടുക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എപ്പോഴും നമുക്കുണ്ടാവും. അപ്പോൾ ഇതുപോലെ പാസ്ത മസാലയൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. See you again. Thank you.